ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല ഉടച്ചെടുത്ത പാൽ കപ്പയും മുളകിട്ട മീൻകറിയും കാണുമ്പോൾ തന്നെ നാവിൽ കപ്പലോടും. ഈ കപ്പയുടെ തറവാട് ബ്രസീലാണ് കേട്ടോ. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇവനെ കേരളത്തിലെത്തിച്ചത്. കപ്പയുടെ സ്റ്റാർച്ചിന് പറയുന്ന പേരാണ് ടപ്പിയോക്ക. യഥാർത്ഥത്തിൽ കപ്പയുടെ ഇംഗ്ലീഷ് നാമം കസാവ എന്നാണ്. ചില കപ്പയ്ക്ക് കട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സയനൈഡ് കൊണ്ടാണ് ഈ കട്ട് വരുന്നത്. ഇത്തരം കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി കൂടുതൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കട്ടെല്ലാം പോയി കിട്ടും. ഇനി ഈ കപ്പ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കി കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചതച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കടുക് വറുത്ത് അതിൻ്റെ മുകളിലേക്കിട്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ആ ഫ്ലേവർ അതിൽ തന്നെ നിൽക്കുന്നതിന് വേണ്ടിയാണ് കുറച്ച് നേരം അടച്ചു വെക്കുന്നത്. കപ്പ എപ്പോഴും നമ്മൾ പ്രോട്ടീൻ റിച്ചായ ഏതെങ്കിലും ഫുഡിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്. ഇറച്ചിയോ മീനോ കടലയോ അങ്ങനെ. അപ്പോൾ കപ്പ ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.